അടുത്ത് ഇതിനകത്ത് കാണാൻ ജീവിതം ഒരു നീർക്കുമിളയല്ലയോ, ജീവിതം ഒരു നീർക്കുമിളയല്ലയോ, അതിലായുസൂ നിമിഷങ്ങളല്ലയോ, ജീവിതം ഒരു നീർക്കുമിളയല്ലയോ, സിംഹാസനത്തിനായി ദാഹിച്ചലയും മനുഷ്യ നീ ഇത് ഓർക്കുന്നുണ്ടോ, സിംഹാസനത്തിനായി ദാഹിച്ചലയും മനുഷ്യ നീ ഓർക്കുന്നുണ്ടോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, ഓടയിൽ വാണാലും മേലയിൽ വാണാലും ആറടി മണ്ണേ നമുക്ക് സ്വന്തം, ഓടയിൽ വാണാലും മേലയിൽ വാണാലും ആറടി മണ്ണേ നമുക്ക് സ്വന്തം, പട്ടുനൂലാഭരണം പൊന്നോടയാടകളും ചുടലക്കള്ളം വരെ നമുക്ക് സ്വന്തം, ജീവിതമൊരു നീർക്കുമിളയല്ലയോ, അതിലായുസോ നിമിഷങ്ങളല്ലയോ, ജീവിതമൊരു നീർക്കുമിളയല്ലയോ. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളിപ്പോൾ പാടിയ പാട്ട് പോലെ നാം എല്ലാവരും ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്ന പൂക്കളെ പോലെയാകുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, പറയാതെ തന്നെ അറിയാം. മനുഷ്യൻ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് പറന്നു പോവുകയാണ്. പിന്നെ അതിന്റെ സ്ഥലം അതിനെ അറിയയില്ല. അവന്റെ പേരും പെരുമയും ഓർമ്മയും എല്ലാം അസ്തമിച്ചു പോകും. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണിമാർക്ക് ഒടുക്കം എന്തു സംഭവിച്ചു? പിന്നെ നമുക്കതിനെ കുറിച്ചൊന്നും ഓർമ്മയില്ല. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും ഈ കാലചക്ര വിഭ്രമത്തിൽ അമർന്നു പോയതുപോലെ നാം എല്ലാവരും പോകും. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് അവനെ കണ്ടാൽ, അവനെ നോക്കിയാൽ, അവന്റെ കെട്ടും മണ്ണും ഭാവവും ഒക്കെ കണ്ടാൽ അവൻ ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും പോകുന്ന രീതിയിലല്ല അവന്റെ തയ്യാറെടുപ്പ്. അവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ളതാണ്. ഞങ്ങൾ പാടിയതുപോലെ സിംഹാസനങ്ങളെ വെട്ടിപ്പിടിച്ചിവിടെ ഭരിച്ച് ജീവിക്കുവാൻ മനുഷ്യന്റെ ഉള്ളിലെ തിടുക്കമാണ് ഇന്ന് ലോകത്ത് എവിടെയും കാണുന്നത്. എന്തെല്ലാം പരിപാടികളാണ് അവനിവിടെ കൊട്ടിഘോഷിക്കുന്നത്. ഞങ്ങളപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളിങ്ങനെ വന്ന് കൊട്ടും കുരുവയും വലിയ ദിവ്യകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത മനുഷ്യനെ മരുന്നൊക്കെ കൊടുത്തു മയക്കി നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് ചോദിച്ചാൽ, അതൊരു ദിവ്യകാരുണ്യ പ്രവർത്തനമാണ്. ഇതൊരു പണസമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾ തന്നെ വ്യയം ചെയ്ത്, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ശരീരത്തിലെ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതിന് ദിവ്യകാരുണ്യം എന്ന വാക്കുകൊണ്ടാണ് ഞങ്ങൾ വിവക്ഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഈ പ്രസ്ഥാന ലോകത്തിൽ സ്ഥാപിച്ചത് യേശു ഭഗവാനാണ്. അദ്ദേഹം അതിന് വളരെ മുൻഗണന കൊടുത്തു.
മനുഷ്യവർഗത്തിന്റെ ദുരന്തം കണ്ട് മനസ്സിലാക്കി രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാൻ സ്വർലോകത്തിലെ എല്ലാ മഹിമകളെയും വെടിഞ്ഞ് പിതാവിനെ ഏൽപ്പിച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി നമ്മളോടുകൂടെ ജീവിച്ച് നമ്മുടെ വിയർപ്പിന്റെ മണം മനസ്സിലാക്കി ദുരിതങ്ങൾ, രോഗങ്ങൾ, യാതനകൾ, വേദനകൾ ആദികൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മിൽ ഒരുവനെ പോലെ ഇവിടെ ജീവിച്ച് ആവുന്നത്രേ നമ്മളെ സഹായിച്ചു. തന്റെ ചോരയും നീരും നമുക്കായി ഒടുവിലായി നമുക്ക് വേണ്ടി താൻ ആത്മാഹുതി ചെയ്യുകയായിരുന്നു, പരമയാഗമായി തീരുകയായിരുന്നു. മനുഷ്യവർഗത്തിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ കാൽവറി മരണം ഒന്നില്ലായിരുന്നുവെങ്കിൽ ലോകം ഒരു കാലത്തും നരകത്തിൽ നിന്ന് കരയേറുകയില്ലായിരുന്നു എന്ന് പറയുവാൻ എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളെ അറിയിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏത് മതഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ചു പഠിച്ചു നോക്കിയാലും അതിന്റെ അന്തസത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നരവംശത്തിന്റെ വീണ്ടെടുപ്പാണ്, യാതൊരു സംശയവുമില്ല. ഋഗ്വേദം പറയുന്നുണ്ട്, പാപോഹം പാപകർമ്മോഹം പാപാത്മാ പാപസംഭവ. നമ്മളെല്ലാവരും പാപത്തിൽ ഉരുവാകുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ വളരുന്നു, പാപത്തിൽ തന്നെ അവസാനിക്കുന്നു എന്നാണ്. മനസ്സിലായല്ലോ? അതല്ലാതെ ഈ ലോകത്തിൽ വിശുദ്ധനായി പിറന്ന ഒരു മനുഷ്യനിൽ നിന്നും വിശുദ്ധനായി തന്നെ ജനിച്ച മറ്റു മനുഷ്യരാരുമില്ല. ഇതാ ഞാൻ ആദ്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുന്നു എന്നാണ് മഹാനായ ദാവീദ് രാജാവ്. ഈ രാജാവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇദ്ദേഹം ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു രാജാവായിരുന്നു. എന്നിട്ടും അദ്ദേഹം പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിലാണ് ഉരുവായത്. എന്താണ് അപ്പോസ്തലനായ പൗലോസും പറയുന്നു, ജന്മനാ നാം എല്ലാവരും കോപത്തിന്റെ സന്താനങ്ങളാണെന്ന്, പാപത്തിന്റെ മക്കളാണ് നാമെന്ന്. എന്താ ഇവര് രണ്ടും പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? ബൈബിളുടനീളം വായിച്ചാൽ കാണാം, മനുഷ്യ ചരിത്രം അതോട് ചേർത്ത് പഠിച്ചാൽ കാണാം, ഇന്നുവരെ ഈ ലോകത്തിൽ യേശുവല്ലാതെ വിശുദ്ധനായ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല എന്ന്. പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ടാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് യാതൊരുവിധ നന്മയ്ക്കും മുഖാന്തരമില്ല, റീസണബിൾ അല്ലത്. 70 ആയാൽ 80, നീളുമായി സതു നിനച്ചാൽ കഷ്ടത എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ചെന്ന് നോക്കുക, രോഗത്തോടും മരണത്തോടും മല്ലടിച്ച് കിടന്ന് നക്ഷത്രമെണ്ണുന്ന മനുഷ്യവർഗത്തെ കാണാം. ദൈവമേ, നമുക്കൊന്ന് ഹോസ്പിറ്റലുകളിൽ പോകാൻ ഇടയാകാതിരിക്കട്ടെ. അവരുടെ ദീനരോധനങ്ങൾ, മരണഭയം, അവരുടെ വേദനയാതനകൾ, ഇതെല്ലാം അവിടെ കാണാം. നരകം ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റലുകൾ. പേരെടുത്ത ഹോസ്പിറ്റലുകൾ ഇന്ത്യയിലുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുണ്ട്. അതിൽ പല ഹോസ്പിറ്റലുകളും ഞാൻ കണ്ടിട്ടുണ്ട്. UK-യിൽ ഒരു വലിയ ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ ഞാൻ പോയപ്പോൾ അവിടെ നിന്നൊരു ശവമഞ്ചം ഇറങ്ങി വരുന്നതാണ് ഞാൻ കാണുന്നത്. എന്തൊരു മാറ്റമാണ് പ്രിയരെ! പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നാം എല്ലാവരും മരിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. എന്നാൽ ഈശ്വരൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃപയുടെ കരമുണ്ടെന്ന് ആ വാക്യത്തിൽ പറയുന്നു. ദൈവത്തിന്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ തന്ന് നമ്മെ രക്ഷിക്കണം. അതാണ് ഒരൊറ്റ പാമ്പിന് പരത്ത വഴി. അതായത് മനുഷ്യനെ ഏതൻ തോട്ടത്തിൽ വെച്ച് പാപം തീണ്ടി. എന്തായിരുന്നു അവന്റെ പാപമെന്ന് ഞാനിപ്പോൾ നാടുനീളെ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പലരും എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ ഞാനത് വിളിച്ചു പറയുന്നു. ബൈബിൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് പാപമെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം: വ്യഭിചാരം. അതെങ്ങനെ സംഭവിച്ചു? ഏദനിൽ വെച്ച്
ദൈവം തമ്പുരാൻ നമ്മുടെ ആദ്യ പിതാവായ ആദമിന് അവനെ നന്മയിലേക്ക് നടത്തുവാൻ, അവന് നല്ലൊരു ഭാവി ഒരുക്കി കൊടുക്കുവാൻ, ദൈവത്തോടുകൂടെ സ്ഥിരം വസിക്കുവാൻ വേണ്ടി പദ്ധതികൾ ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് അതിന്റെ പ്രാരംഭ നടപടിയായി ഒരു നാരിയെ ഉണ്ടാക്കി അവന് കൊടുത്തു. നമ്മുടെ അമ്മൂമ്മ, നമ്മുടെ ആദ്യത്തെ അമ്മച്ചി, അതാ നമ്മുടെ വല്യപ്പൻ, ഹവ്വ നമ്മുടെ വല്യമ്മ. ഏതെങ്കിലും തോട്ടത്തിൽ ദൈവം അവരെ പാർപ്പിച്ചു. പാപം അവർ ചെയ്തപ്പോൾ ഈശ്വരൻ അവരെ പുറത്താക്കിയെന്ന് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സൺഡേ സ്കൂളുകളിൽ പാട്ടുപാടി രസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഇവരിങ്ങനെ സുഖകരമായി ജീവിച്ചു വരുമ്പോൾ ദൈവം ഇവർക്ക് വേണ്ടി ചില കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം 2000 കൽപ്പന അനുസരിച്ചെങ്കിലേ കേരളത്തിൽ നമുക്ക് ജീവിക്കാനൊക്കെയുള്ളൂ. തോന്നിയ പോലെ നടക്കാനും തോന്നിയ പോലെ ജീവിക്കാനും ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. നിയമത്തിന്റെ കൂച്ചുവില്ലിൽ നമ്മുടെ കരങ്ങളിൽ കിടക്കുകയാണ്. റോഡിൽ കൂടി ബൈക്ക് ഓടിക്കുമ്പോൾ തെറ്റിച്ചാൽ ഉടനെ ബില്ല് വീട്ടിൽ വരികയാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ എങ്ങനെയാണ്? അവിടെ നിന്ന് കാണുന്ന ഡയറക്ടറേറ്റ് കട്ടി നമ്മുടെ ഫോട്ടോ എടുത്തു, എല്ലാം പിടിച്ചു വെച്ചിരിക്കുകയാണ്. വീട്ടിൽ വരുമ്പോൾ $500 കിടക്കുന്നത്. എന്റെ പ്രിയരെ, ഒരു വീടും സ്ഥലവും മേടിക്കാം നാട്ടിൽ വന്നാൽ, അത്രയും കാശുണ്ടെങ്കിൽ. അപ്പോൾ അവിടുത്തെ ശിക്ഷ ഭയങ്കരമായതുകൊണ്ട് അവിടുത്തെ പാപത്തോട് മനുഷ്യന് ഭയവുമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ദീർഘമായ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ട്രാഫിക്കിൽ ഗവൺമെന്റിന്റെ, അമേരിക്കൻ ഗവൺമെന്റിന്റെ ഒരു വണ്ടി പുറകെ പെട്ടെന്ന് വന്നു. അപ്പോഴേ ഡ്രൈവറിന് മനസ്സിലായി പ്രശ്നമാണ്, സ്പീഡ് കൂടിപ്പോയി. നിർത്തിക്കൊടുത്തു. അവരെ റെസ്പെക്ട് ചെയ്ത് പറഞ്ഞു വിട്ടു. വീട്ടിൽ ചെന്നപ്പോൾ കിടക്കുന്നു $500. ഞാൻ 82 കൊണ്ട് ഗുണിക്കണം, അത്രയും രൂപ ശിക്ഷ. അപ്പോൾ ശിക്ഷ പാപത്തിന്റെ ഗ്രാവിറ്റിയൊത്താണ്. അപ്പോൾ മരണമെന്ന് പറഞ്ഞൊരു ശിക്ഷ എന്ന് പറയുന്നത് അതിലപ്പുറം വേറൊരു ശിക്ഷയില്ല. മനുഷ്യൻ ചെയ്ത പാപം എന്താണെന്ന് അവിടെ പറയാൻ സമയമുള്ളൂ, അല്ലേ മാസ്റ്ററെ? പ്രൈസ് ദി ലോർഡ്. തുടർന്ന് കർത്താവിന്റെ ദാസനൊക്കെ പ്രസംഗിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പ്രിയരെ, കേൾക്കണം, മനുഷ്യൻ ചെയ്ത പാപം ദൈവം അവന് കൊടുത്ത സുന്ദരിയായ ഒരു സ്ത്രീ, അവിടെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹവ്വാമച്ചി, ഹവ്വാമ്മയുടെ വല്യമ്മ. അവർ ജീവിച്ചു വരവേ ദൈവം അവരോട് പറഞ്ഞിരുന്നു, ഈ തോട്ടത്തിന്റെ നടുക്ക് 2 വൃക്ഷങ്ങൾ ഞാൻ നട്ടു വളർത്തിയിട്ടുണ്ട്. ഒന്നിന്റെ പേര് ജീവന്റെ വൃക്ഷം, ഒന്നിന്റെ പേര് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. അതായത് ഒന്ന് പാപം, ഒന്ന് നിത്യജീവൻ. നിങ്ങൾ നിത്യജീവന്റെ ഈ വൃക്ഷം അതിൽ നിന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും ഭക്ഷിക്കണമെന്ന് ബൈബിൾ വായിച്ചാൽ മനസ്സിലാവും. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള ഈ പാപവൃക്ഷത്തിൽ നിന്ന് ഒരിക്കൽ പോലും നിങ്ങൾ ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്നുള്ള ഇടിവെട്ട് പോലുള്ള കൽപ്പന കേട്ട് ഞെട്ടിയ മനുഷ്യൻ കുറെ നാൾ ഭയത്തോടെ ജീവിച്ചു. എന്നാൽ ഇബ്ലീസ് എന്ന് പറഞ്ഞൊരു ശക്തി ഏത് കാലത്തും മനുഷ്യന്റെ മുൻപേ ഉണ്ട്. ഈശ്വരന്റെ കൽപ്പനകളെ, ഇംഗിതങ്ങളെ തെറ്റിച്ച് അവരെ കുഴിയിലിട്ട് മൂടുവാനായിട്ട് ഒരു ശക്തി എന്നും ലോകത്തിലുണ്ട്. എന്നാൽ അവന്റെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഒരിക്കൽ ഹവ്വ വിലക്കപ്പെട്ട ഖനി മുഴുത്ത മോഹം മൂലം പറിച്ചു ഭക്ഷിച്ചുടനെ വൈകുലമായ ഒരു ശക്തി അവളുടെ ആപാദസികം വ്യാപിച്ചിട്ട് ഉദ്ധാമ, ഭയം, വേദന, ഭ്രമം ആദിയായ ഭവിഷ്യൽ ഫലങ്ങളെ ഉണ്ടാക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പ്രൈസ് ഗോഡ്. അന്ന് അവളെ കേറി പിടിച്ചു മരണം. ദൈവം പറഞ്ഞിരുന്നത് തിന്നുന്ന നാളിൽ മരിച്ചു. അവൾ ഉടനെ അത് ഭക്ഷിച്ചിട്ട് വെച്ചിരുന്നു. ബാക്കി ഒരു പൂള് സൂക്ഷിച്ചു വെച്ചിരുന്നു. ആദം വന്നു, അവനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ആദമിന് കാര്യം മനസ്സിലായി, എല്ലാം തീർന്നല്ലോ. എങ്കിലും വാത്സല്യാതിരേകത്താൽ അവർ രണ്ടുപേരും ചുംബിച്ച് കരഞ്ഞ് ഈശ്വരന്റെ വിധിക്ക് കീഴ്പ്പെടുവാൻ തീരുമാനിച്ചതിന്റെ ഫലമായി രണ്ടുപേരും മരണത്തിന് അധീനമായി കണ്ടെത്തി നരകത്തിന്റെ മട്ടലും താഴ്വാരവും നമുക്ക് വേണ്ടി സമ്പാദിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നുപോയി. എന്നാൽ ഇതാണ് പാപം, ഇതാണ് പാപം, വ്യഭിചാരമാണ് പാപം. ചോദിച്ചാൽ അഡൾട്ടറി. ഇന്ന് ലോകം മുഴുവനും വ്യഭിചാരത്തിന്റെ ചെളിക്കുണ്ടിൽ കൂപ്പുകുത്തി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഫലമാണ് ഇന്ന് നടക്കുന്ന രക്തച്ചൊരിച്ചിൽ. ഒരു മകൻ അപ്പനെ ആദ്യം കഴുത്തു വെട്ടി കൊന്നിട്ട് തിരുവനന്തപുരത്ത് വെള്ളറയിൽ ഒരു സഹോദരൻ 6 സഹോദരന്മാരെ വെട്ടിക്കൊന്നു
വന്ന്, എന്റെ ദൈവമേ, ഇതെന്താ? നമ്മൾ പത്രം വായിക്കാൻ പോലും എനിക്ക് വലിയ പേടിയാണ്. നല്ല കാര്യമൊന്നും അതിനകത്തില്ല. വ്യഭിചാരം, കൊള്ള, കൊല, കവർച്ച. ഇതിനു വേണ്ടി ഒരു ഹേമ കമ്മീഷനെ ഒന്നും ആരും ഇവിടെ നിയമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹേമ കമ്മീഷൻ പറഞ്ഞവര് മാത്രമല്ല, തലയും കൊണ്ടിട്ട് നടക്കുന്നവര്. ഇവരുടെ വ്യാളി മുഖം അഴിഞ്ഞു വീഴണമെങ്കിൽ യേശുവിന്റെ മുൻപിൽ വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ കർത്താവ് ക്ഷമിക്കും. അതുകൊണ്ട് ഈ പാപത്തിന് മരുന്നില്ല. ഇത് വലിയ കാലവടിയാണ് മനുഷ്യനെ ഏൽപ്പിച്ചത്. വലിയൊരു വിഷജന്തു. അവന് പറയും, പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പം മനുഷ്യരൂപത്തെ കടിച്ചു. സർപ്പശാസ്ത്രം ഞാൻ ഇച്ചിരി വായിച്ചിട്ടുണ്ട്. ഈ പ്രദേശങ്ങൾ കാണുമ്പോൾ ഇവിടെ മൂർഖം പാമ്പുമാണ് ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയരെ, ഞാൻ ആ വായിച്ച പുസ്തകത്തിൽ ഈ മഹാവിഷപ്പാമ്പിന് 4 തരം പല്ലാണുള്ളത്. 4 സൈസ് പല്ല്. കരളി, മഹാരി, താളരാത്രി, യമദൂതി എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് വൈദ്യന്മാർ. അതിൽ ഏറ്റവും മൂർച്ചയേറിയതും മരണകാരണവുമായ പല്ല് യമദൂതിയാണ്. യമദൂതി പേര് കേട്ടാൽ പേടിക്കും. ഹല്ലേലൂയ. യമദൂതി ലിംഗവും ക്ഷീരഗന്ധവും നീലിച്ച ചോരയും കാണാം സാധ്യമല്ല അത് മാറ്റുവാൻ. പ്രിയരെ, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടു, നമ്മുടെ കായംകുളത്തിനടുത്ത് ഒരു ഭവനമുണ്ട്. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന വീട്ടിൽ നിന്ന് അന്യം നിന്ന് പോയി, ആരുമില്ല. ഞാനത് കേട്ട് അയാളുടെ പേരൊക്കെ ഞാൻ കുറിച്ചിട്ടു. ഒരു പ്രസന്നനുണ്ട്, അപ്പൂപ്പന്റെ കാര്യം. 400 കൊല്ലമായ ആ ഭവനം ഇന്നും അവിടെയുണ്ട്. കട്ടച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ സ്ഥലത്ത് പണ്ട് കാലങ്ങളിൽ ധാരാളം വിഷം കയറിയ രോഗികളെ കൊണ്ടുവന്നിട്ട് മരണകരമായ അവസ്ഥയിൽ നിന്ന് വിടിവിച്ച ഒരു മനുഷ്യൻ, ഒരു വൈദ്യൻ. അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാൾ ഇന്നും ചെന്നാൽ കാണാം. ഇതുപോലെയൊന്നും ഇറക്കാൻ കഴിയത്തില്ല ഈ വലിയ കൂടിയ പാമ്പ് കടിച്ചാലെന്നാണ്. എന്നാൽ അതിനുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നമുക്കതല്ല വിഷയം. പഴയ പാമ്പിന്റെ കടിയേറ്റാണ് മനുഷ്യവർഗം മൃതപ്രായനായി നിൽക്കുന്നത്. ഇവരെ രക്ഷിക്കാനില്ലാതെ ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ യേശു ക്രിസ്തു. അധ്വാനിക്കുന്നൊരു പാപത്തിന്റെ വിഷം വഹിക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും ഞാൻ നിങ്ങളെ സൗഖ്യമാക്കാമെന്ന് ഉച്ചസ്ഥരം ഘോഷിച്ചുകൊണ്ട് ഈ ലോകത്തിൽ യേശു വന്ന് അവതരിച്ചു. നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചു. നമ്മുടെ പാപത്തിന്റെ വിഷം യേശു ഇറക്കി. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പാപം വ്യഭിചാരം മൂലം നമ്മുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഇത് അടങ്ങിക്കിടക്കുകയാണ്. അവസരം കിട്ടുമ്പോൾ പാപം ചെയ്യുന്ന മനുഷ്യ, നീ വ്യഭിചാരത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ നിന്റെ കുടുംബം രക്ഷിക്കപ്പെടും. ഇന്നത്തെ ലോകത്തിലെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇതാണ്. പരസ്പര സംശയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല. അയ്യോ, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല. സംശയരോഗം. ഞാൻ ഒരുപാട് പേരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് പ്രിയരെ. പല ഭവനങ്ങളിൽ കടന്നു ചെല്ലുന്ന ഒരു ജോലിയുണ്ട് എനിക്ക്. ഞാൻ റിട്ടയർ ചെയ്ത ഒരു ലേബർ ഓഫീസറാണ്. തൊഴിൽ സംബന്ധമാകട്ടെ, ഏത് സംബന്ധമാകട്ടെ, എന്ത് കാര്യത്തോടുള്ള ബന്ധത്തിലാകട്ടെ, ഒരേ ഭവനത്തിലൊക്കെ പോയി അവരുടെ എന്യൂമറേഷനും അവരുടെ സ്ഥിതി വിവര കണക്കുമൊക്കെ ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ചോദിക്കുന്നു. അയ്യോ, എത്ര മരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മരണങ്ങൾ. എന്ത് അതിന്റെ കാരണം? വ്യഭിചാരം, പാപം. പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കേൾക്കുന്നവരെ, ഈ പാപം, ഈ കൊടിയ വിഷം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ രക്തത്തിലുണ്ടോ? യേശുവിന്റെ രക്തത്തിൽ അതില്ലായിരുന്നത് കാരണം യേശു ക്രിസ്തുവിനെ നമ്മെ വീണ്ടെടുക്കുവാനായി സാധിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ അന്തരംഗത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ ഇരിക്കുന്ന സംശയരോഗങ്ങളും വ്യഭിചാരത്തിനുള്ള ഭയങ്കര താല്പര്യമൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ പ്രസംഗ വിഷയം. അതുകൊണ്ട് നിങ്ങൾ യേശുവിനെ നാഥൻ രക്ഷകനുമായി സ്വീകരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം പറ്റിയാൽ കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്നു, പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്യുന്നു, രാജാതിരാജാവായി വേഗം വരും. അപ്പോൾ നമുക്ക് കർത്താവിനെ കാണാം. നമ്മൾ മരിച്ചു പോയാലും ശരി, നല്ലവനായി ജീവിച്ച് യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വരും. യേശു നമുക്കൊരു പുത്തനാം ശരീരം തരും. ആ ശരീരം രോഗമില്ലാത്തതായിരിക്കും,
പാപമില്ലാത്തതായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുക. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഇവിടെ ഞങ്ങൾ തൽക്കാലം പിരിയുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദേശത്ത് കർത്താവ് ദൈവത്തിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം ദൈവമേ ഓരോ ഹൃദയത്തിലേക്ക് കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ഞങ്ങൾ സത്യപരിധിക്കുള്ളിൽ കേട്ട് എല്ലാവരെയും കർത്താവ് ഞങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. ഇനി ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുതൽ കൽപ്പിക്കണമേ. എല്ലാ പൈശാചിക ബന്ധനത്തിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടുവിച്ച് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ പാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ആര് കടന്നു വരും? യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കർത്താവ് കാൽവരി യാഗമായതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം കടന്നു വന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ വചനമാണ് ഇവിടെ പറഞ്ഞത്. നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും ഇന്നും എന്നേക്കും പ്രദേശത്തോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കുഞ്ഞാടിന്റെ മഹത്വം.